നമസ്കാരം. കാട്ടാളൻ ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറി മുഹമ്മദ് നിർമ്മിച്ച സിനിമ പോൾ ജോർജ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ മാത്രം ലെങ്ത് ഉള്ള ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമ. പക്ഷേ ഈ സിനിമ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് പെടാപ്പാടായിരുന്നു. പേഴ്സണലി സ്റ്റാർട്ട് ടു എൻഡ് നല്ല കാട്ടവരാതം പരിപാടിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയേറെ വെറുപ്പിച്ച സിനിമ കണ്ടിട്ടില്ല. കാരണം തല പെരുക്കും കണ്ടു കഴിഞ്ഞാൽ. ഈ സിനിമയിൽ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ ഇതിൽ ചില ആക്ഷൻ സീനുകൾ മാത്രമാണ്. അതും എല്ലാ ആക്ഷൻ സീനൊന്നും ഇല്ല. ക്ലൈമാക്സിലൊക്കെ വരുന്ന ചില പോർഷൻസ് കൊള്ളാമായിരുന്നു. ഇപ്പൊ പ്രശാന്തിനിയിലേക്ക് നമ്മൾ കരിപ്പടി യൂണിവേഴ്സിന്റെ ഒക്കെ പേരിൽ കളിയാക്കാറുണ്ട്. ഇപ്പം ഇവിടേക്ക് വരുമ്പോൾ ഷെറി മുഹമ്മദ് കറുപ്പ് യൂണിവേഴ്സ് തുടങ്ങിയെന്ന് തോന്നി. കാരണം മാർക്കോയിൽ മൊത്തം കറുപ്പായിരുന്നു. കറുപ്പ് കൂട്ട്, കറുപ്പ് ഡ്രസ്സ്, കറുപ്പ് കാറുകൾ, എല്ലാ പരിപാടികളും അങ്ങനെയായിരുന്നു. മൊത്തത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു. ഇവിടേക്ക് വരുമ്പോഴും ഉണ്ട്. കാടിന്റെ പശ്ചാത്തലത്തിലാണ് കുറെ കഥയൊക്കെ പോകുന്നത്. ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന കഥ. പക്ഷെ മൊത്തത്തിലൊരു ഡാർക്ക് ഫീലാണ്. ഇവിടെയും കറുത്ത വണ്ടികളും കറുത്ത ഡ്രസ്സും മറ്റു പരിപാടിയൊക്കെയാണ്. ഒരു കറുപ്പ് പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ രവി വാസനാണ് ഇതിന്റെ സ്കോറും മ്യൂസിക്കും ഒക്കെ അലമ്പാണ്. ചെവി അലക്കുന്ന പോലെയുള്ള സ്കോറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒരു കഥാപാത്രം അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലും നോക്കിയാലും വരെ ഇങ്ങോട്ടെന്തോ ഇംഗ്ലീഷിൽ എന്തോ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഉള്ള സ്ക്രീനിലാണ് നിങ്ങൾ കയറിയതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തലവേദന എടുക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു പരിപാടിയാണ്. സ്ക്രീനിൽ എടുത്തു പറയത്തക്ക ഒരു പോസിറ്റീവ്സ് ഇല്ല. 2 മണിക്കൂർ ലെങ്ത്തുള്ള സിനിമയിൽ അനാവശ്യമായിട്ട് സ്ലോ മോഷൻ സീക്വൻസുകളുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ചില കഥാപാത്രങ്ങൾ അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലും ഒക്കെ സ്ലോ മോഷൻ പരിപാടി. ആ സ്ലോ മോഷൻ സീക്വൻസുകളൊക്കെ ഒന്നൊരു നോർമൽ സ്പീഡിൽ പിടിച്ചാൽ സിനിമ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തീരേണ്ടതാണ്. 2 മണിക്കൂറുള്ള ഒരു സിനിമ കണ്ടു തീർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുക എന്ന് പറയുന്നത് അത്രയേറെ ബോറിംഗ് പരിപാടിയായിട്ടാണ്. സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് കാട്ടിനുള്ള ആനക്കൊല്ലി എന്ന ഗ്രാമവും അവിടെ ആനയുടെ കൊമ്പെടുക്കാൻ വരുന്ന ഒരു ഗ്രൂപ്പും അങ്ങനെയുള്ള അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലും ഗ്യാങ് വാറും പരിപാടിയൊക്കെയാണ്. പെപ്പയാണ് നായകൻ. അതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ ചില പഞ്ചുകളുണ്ട്. അത് മാറ്റി നിർത്തിയ ഒന്നുമില്ല. ലോജിക്ക് 7 അയലത്തൂടെ പോവാത്ത സീനുകളാണ് നിരവധി ഉള്ളത്. ഇതിനകത്ത് ഹനാൻ ഷാ ഒക്കെ ഉണ്ട്. പുള്ളിക്ക് സംസാരിക്കാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്ക് ഡയലോഗുകളൊന്നും സിനിമയില്ല. ഇനി സംസാരശേഷി ഇല്ലാത്ത കഥാപാത്രമാണോ എന്നറിയില്ല. എന്തായാലും സിനിമയിൽ എവിടെയും പറയുന്നില്ല. ഈ മലബാർ സൈഡൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും തിയേറ്ററിൽ ഏതാണ്ട് 90% ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ 9 മണിയുടെ ഷോ ആയിട്ടും. കുറെ സ്കാമൊക്കെ ഈ ഒരു പടവുമായി ബന്ധപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പേരിലാണെന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ തിയേറ്ററിൽ എത്തിയത്. ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. അത് കൊള്ളാമായിരുന്നു. പക്ഷേ അപരാധം പടമായപ്പോൾ അതിന്റെ അവസാനത്തെ ഈ ഒരു സീക്വൻസ് വന്നപ്പോൾ നിർവികാര ഫീലായിരുന്നു. ഇപ്പോൾ ഒരു ആക്ഷൻ മാസ് സിനിമയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അവർ ഡയലോഗ് പറയുമ്പോഴും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവണം. ഇതിനകത്ത് അങ്ങനെ ഒരു സാധനമേ ഇല്ല. പെപ്പെ കുറെ ബൈബിൾ എന്നുള്ള ഡയലോഗുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എവിടെ എന്തൊക്കെയോ പെറുക്കിയെടുത്ത് പറയുന്നതാണ്. നിർവികാര ഫീലായിരുന്നു. അതുപോലെ തന്നെയാണ് പെപ്പ ഈ സിനിമയ്ക്കകത്ത് ഈ നടന്നു പോകുന്ന ചില സീനുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഓസ്ലർ സിനിമയ്ക്കകത്ത് ജയറാം ഒരുമാതിരി വാദം പിടിച്ച ആൾക്കാർ നടക്കണമാതിരി ഇങ്ങനെ തൂങ്ങി നടക്കുന്നുണ്ട്. അതേ പരിപാടിയാണ് പെപ്പ ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. ഏറ്റവും കോമഡിയായി തോന്നിയൊരു കാര്യം, ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കൊണ്ടുപോയിട്ട് ആന ഫാൻസ് കൂടുതലുള്ള തൃശ്ശൂർ തന്നെ വെച്ചതാണ്. ഏതായാലും സിനിമ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു ഐറ്റമാണ്. എടുത്തു പറയാൻ ഒരു കാര്യവുമില്ല. ഈ സിനിമയുടെ പിറകിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ മൊത്തത്തിൽ കാട്ടവരാതായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. അവർ ചെയ്തു വെച്ച എല്ലാ പരിപാടിയും അലമ്പാണ് എന്നേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇത് മാർക്കോ യൂണിവേഴ്സായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിന് സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു തരത്തിലും വർക്കാവുന്നില്ല. സിദ്ദിഖിനെ കാണിച്ചപ്പോൾ ചെറിയൊരു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാര്യമൊന്നുമില്ല. കാരണം സിനിമയുടെ ബേസിക് പ്ലോട്ടുമായിട്ട് സിദ്ദിഖിന്റെ ക്യാരക്ടറിന് വലിയ കണക്ഷനൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഏതായാലും 2 മണിക്കൂറുള്ള ഒരു സിനിമ ഇമാതിരി ഒരു ഫീല് വരുത്താന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. പേഴ്സണലി ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാത്ത, സഹിച്ചിരിക്കാൻ പറ്റാത്തൊരു അപരാധം പടം എന്ന് മാത്രമാണ് കാട്ടാളനെ കുറിച്ച് പറയാനുള്ളത്.